നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയുടെ ചില പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിലും മഴയും ആലിപ്പഴ വർഷവും തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കിഴക്കൻ പ്രദേശങ്ങളിലും തബൂക്കിലെ തീരപ്രദേശങ്ങളിലും മഴ തുടരും. സീർ, ജിസാൻ പ്രവിശ്യകളിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ആലിപ്പഴ വർഷവും ഉണ്ടാകും. മക്ക, മദീന, വടക്കൻ അതിർത്തികൾ, അൽജൗഫ്, തബൂക്ക്, ഹായിൽ, അൽ ഖസീം, കിഴക്കൻ റിയാദ് പ്രവിശ്യകളുടെ വടക്കൻ ഭാഗങ്ങളിലും വരും ദിവസങ്ങളിൽ താപനിലയിൽ കുറവ് അനുഭവപ്പെടും. ചെങ്കടലിന്റെ വടക്കുകിഴക്ക് ഭാഗങ്ങളിൽ 15 മുതൽ 35 വരെ കിലോമീറ്റർ വേഗതയിൽ ഉപരിതല കാറ്റ് വീശാനും സാധ്യതയുണ്ട്. വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ ഇത് 20 മുതൽ 40 വരെ കിലോമീറ്റർ വേഗതയിലായിരിക്കും. മക്കയിൽ 25 ഡിഗ്രി സെൽഷ്യസ്, മദീന, റിയാദ് 21, ജിദ്ദ 27, ദമാം 22, അബഹ 17, തബൂക്ക് 16 എന്നിങ്ങനെയാണ് ശനിയാഴ്ച രേഖപ്പെടുത്തിയ താപനില. സൗദിയിൽ വെള്ളിയാഴ്ച ആർത്തിരച്ചു പെയ്ത മഴയെ തുടർന്ന് വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. മക്കയിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. അതിശക്തമായ മഴയെ തുടർന്ന് മക്കയിലെ കെട്ടിടങ്ങളിലും വെള്ളം കയറിയതിന്റെയും വാഹനങ്ങൾ ഒലിച്ചു പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ കനത്ത മഴയെ തുടർന്നുള്ള നാശനഷ്ടങ്ങളിൽപ്പെട്ട മരണങ്ങളോ പരിക്കുകളോ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആഘാതങ്ങൾ വിലയിരുത്താൻ രാജ്യത്ത് സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. മക്കയിൽ പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും നാശനഷ്ടമുണ്ടായവരിൽ നിന്ന് നഷ്ടപരിഹാരത്തിനായുള്ള അപേക്ഷകൾ കമ്മിറ്റികൾ സ്വീകരിച്ചു തുടങ്ങുമെന്ന് ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച പുലർച്ചെ ഹറം പരിസരത്തും മക്കയുടെ വിവിധ ഭാഗങ്ങളിലും ഇടിമിന്നലിന്റെയും കാറ്റിന്റെയും അകമ്പടിയോടെയാണ് നല്ല മഴയുണ്ടായത്. റോഡിന് നടുവിൽ വൻതോതിൽ വെള്ളം കെട്ടിക്കിടന്നതിനാൽ മുനിസിപ്പാലിറ്റിയും ട്രാഫിക് വകുപ്പും മക്ക അൽ ഷറായ ഹൈവേ ഒരു ഭാഗം അടച്ചിരുന്നു. വെള്ളം നീക്കം ചെയ്ത് റോഡ് വേഗം തുറന്നുകൊടുക്കാൻ മുനിസിപ്പാലിറ്റി ഉപകരണങ്ങളും തൊഴിലാളികളും അടക്കം ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യം നേരിടാൻ പ്രധാന റോഡുകളിൽ സിവിൽ ഡിഫൻസ് സംഘങ്ങളും നിലയുറച്ചിരുന്നു. അത്യാവശ്യങ്ങൾക്കല്ലാതെ താമസക്കാർ വീടിന് പുറത്തിറങ്ങരുതെന്ന് മക്ക മേഖലയിലെ ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെന്റർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സുരക്ഷ ഉറപ്പാക്കാൻ മഴവെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് ആളുകൾ പോകരുത് എന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴയിൽ തിരക്ക് കുറഞ്ഞെങ്കിലും ഉംറ തീർത്ഥാടനം തുടർന്നു. മക്ക, ഹറം പള്ളി ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിലെ വെള്ളക്കെട്ട് നീക്കിയെങ്കിലും ചില പ്രദേശങ്ങൾ ഇപ്പോഴും ഗതാഗത യോഗ്യമായിട്ടില്ല. ജിദ്ദ, മക്ക പ്രദേശങ്ങളിൽ മഴയ്ക്ക് ശമനം ഉണ്ടെങ്കിലും ജിസാൻ, അസീർ, തബൂക്ക് മേഖലകളിൽ കഴിഞ്ഞ ദിവസവും മഴ പെയ്തു. മക്ക, മദീന, ബാഹ, ജിസാൻ, അസീർ, ജൗഫ്, തബൂക്ക്, ഹായിൽ, ഖാസിം മേഖലകളിൽ മഴ തുടരുമെന്നാണ് റിപ്പോർട്ട്. റിയാദ്, വടക്ക് കിഴക്ക് മധ്യമേഖലകളിൽ താപനില ഗണ്യമായി കുറയും. മണിക്കൂറിൽ 15 മുതൽ 35 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. എന്തായാലും സൗദിയുടെ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾ ജാഗ്രത പാലിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.